ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നാം ഒഫൻഡ് ആൻഡ് ഡിഫെൻഡ് ആണ്. പുള്ളി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം വരത്തില്ല. പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. താങ്കൾ ഇന്നലെ ജയിലിൽ തുടർന്നത് അവിടെ റിമാൻഡ് തടവുകാർ അവർക്ക് കൂടി നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് എന്നാണ് താങ്കൾ പുറത്തും പ്രതികരിച്ചത്. ജാമ്യം എടുക്കാൻ ആൾക്കാരില്ലാതെ 10,000 രൂപ അതുപോലെയുള്ള ചെറിയ ചെറിയ സംഖ്യകൾ ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് ഏറ്റിരുന്നു. മാത്രമല്ല ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി രൂപ അതിന്റെ ഒരു ലീഗൽ എയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ബോച്ച അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ബോച്ചക്കാരൻ വേണ്ട, അതിന്റെ ഒരു സ്ലാങ് കണ്ടിന്യൂവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയതയാവും. ഇപ്പൊ പുള്ളി പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുള്ളി ഇന്നലെ പുറത്തിറങ്ങാതെ ഇരുന്നു എന്നൊക്കെ ഉള്ള ന്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി ഇപ്പോൾ ഇല്ലെന്ന് പറയാണ്. ഞാൻ അങ്ങനത്തെ വിവരക്കേടൊന്നും ചെയ്യില്ല, ഞാൻ കോടതിയെ ധിക്കരിക്കില്ല, ഞാൻ കോടതിക്കെതിരായിട്ടൊന്നും പറയില്ല. വളരെ നന്നായിട്ടുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ കോടതി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് ഇത്രയ്ക്കും പവർ ഉണ്ട് എന്നുള്ളത് പലർക്കും അത് കാണുമ്പോൾ സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നാണ്. കാരണം ഇത്രയ്ക്കും വലിയ കാശുകാരൻ ഇത്രയും ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കോടതിയെ ഒരു പേടിയുണ്ട്. ഇതുപോലെ തന്നെ ഇത് വേറെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. ജയലളിത എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ CM ഉണ്ടായിരുന്നു പണ്ട്, ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരിക്ക് സമൺ കൊടുത്തിട്ട് പുള്ളിക്കാരി ചെന്നില്ല. ബാംഗ്ലൂർ കോർട്ടാന്ന് തോന്നുന്നു. പിന്നെ ചെന്നപ്പോൾ ഒരു ദിവസം 5 മണിക്കെങ്ങാണ്ട് 4:45 4:50 വൈകിട്ട് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പുള്ളിക്കാരി ജയിലിൽ പോയായിരുന്നു. ജയിലിൽ പോയിട്ട് പുള്ളിക്കാരിക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇത്രയ്ക്കും വലിയ ഒരാള്, നമ്മൾ ഇത്രയും നാള് CM ആയിരുന്നു, നമ്മൾ വിചാരിച്ച എല്ലാം നമ്മുടെ കൺട്രോളിലാണ്. പക്ഷേ ഇതിങ്ങനെ കോർട്ടിന് ഇത്രയ്ക്കും പവർ ഉണ്ടോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിക്ക് അത് വളരെയധികം മാനസികമായിട്ട് തകർന്നു പോയി എന്നുള്ള ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. പക്ഷെ ആൾക്കാർ പുള്ളിക്കാരിയുടെ ഡെത്തിനെ വരെ അതിനുമായിട്ട് കണക്ട് ചെയ്തൊക്കെ സംസാരിക്കാറുണ്ട്. അത് കാരണം ഇങ്ങനെ പുള്ളിക്കാരി ആകെ ഡിപ്രസ്ഡ് ആയി പോയി. പിന്നെ അങ്ങനെ വലുതായിട്ട് പൊതുവേദിയിലൊന്നും വന്നിട്ടില്ല. കാരണം ആ ജയിലെന്ന് പറയുന്ന സംഭവം, ഒരു റിമാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം, പിന്നെ 100 കോടി രൂപ കണ്ട് ഫൈൻ അടിച്ചെന്ന് തോന്നുന്നു. ആ 100 കോടി ഒരു വലിയ കാര്യമൊന്നല്ലെന്നാണ്, ഒരു മാറ്റർ അല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെയാണ് വെളിയിൽ കേട്ടിട്ടുള്ളത് കേട്ടോ. അല്ലാതെ എൻ്റെ ഒരു അഭിപ്രായമല്ല, ഞാൻ കണ്ടതുമല്ല. അതുപോലെ ഈ ഒരാൾ ഒരു ചെറിയ ഒരു കാര്യത്തിൽ ഇത്രേ ഉള്ളൂ. പുള്ളി ഒരുപാട് സ്കാം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ എക്സ്പോസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം ഒന്നുമല്ല. ഈ ഒരു ചെറിയ കാര്യത്തിൽ പിടിച്ച് 4 ദിവസം അല്ല 5 ദിവസം അകത്തിടാം, അതിനുള്ള പവർ കോർട്ടിനുണ്ട്. ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം നമ്മുടെ നാട്ടിൽ അത്രയ്ക്കും സ്ട്രോങ് ആണ് എന്ന് കാണുമ്പോൾ അതൊരു രസമുണ്ട്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി എന്തോ വേറെയുള്ള തടവുകാർ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുള്ളി ജയിലിലെ ഒരുപാട് ആൾക്കാർ 5,000 10,000 ഫൈൻ അടയ്ക്കാൻ പറ്റാതെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി 1 കോടി രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫണ്ട് പോലെ രൂപീകരിച്ചിട്ടുണ്ട് എന്ന്. ഈ ഫണ്ടൊക്കെ ചെയ്യുന്നതിൽ പുള്ളി ഭയങ്കര വിദഗ്ധനാണല്ലോ, ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പം അത് ഒരുപാട് ആൾക്കാർ വിമർശനം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലും ഇയാൾ ഒരു സ്ക്രീൻ സ്പേസ് നേടിയെടുത്തല്ലോ എന്നുള്ള രീതിയിൽ. നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ പുള്ളി ഇതിൻ്റെ ഇടയിലും ഒരു മാർക്കറ്റിംഗ് ഒരു സംഭവം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇനി അത് പുള്ളി അങ്ങനെ ചെയ്തതാണോ അല്ല ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതാണോ നമുക്കറിയില്ല. നമുക്കത് പ്രൂവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനതിനെക്കുറിച്ച് വിമർശനമൊന്നും പറയുന്നില്ല. എനിക്കല്ലേലും പുള്ളി അകത്ത് പോയതിലും ഇപ്പോൾ പുറത്തു വന്നതിലും ഒന്നും 98% മലയാളീസിന് വലിയ കാര്യമൊന്നും ഇല്ല ഇത്, ഇയാളകത്ത് പോയതും പുറത്തു വന്നതും. പക്ഷേ കുറച്ച് ആൾക്കാർ, പുള്ളിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അതൊരു വലിയ കാര്യമാണ്. പിന്നെ പുള്ളി അടുത്തറിയാവുന്ന ആൾക്കാർ പുള്ളി ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പുള്ളി അകത്ത് പോയതിലും പുറത്തു വന്നതിലും ഒന്നും ഒരു കാര്യവും തോന്നുന്നില്ല. പക്ഷേ കോടതിയുടെ പവർ എന്നൊക്കെ പറയുന്ന ആ സംഭവം കണ്ടിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി വന്നിരുന്ന് അടിക്കുന്ന അമ്മാരി അടിയാണ്. ഇപ്പോഴും ഈ റിപ്പോർട്ടർ TV ഒരു ഫോൺ കോൾ പോലെയാണ് ഇത് ഞാൻ കേട്ടത്. ഇതിലും പുള്ളി പറയുന്നത് പുള്ളി മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല, പുള്ളിക്ക് അത് സംഭവിച്ചു പോയതാണ്, അങ്ങനെ ഞാനൊരു തമാശ രൂപേണ പറഞ്ഞതാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പിന്നെ ഞാൻ മാപ്പ് പറയുകയുണ്ടായി. എൻ്റെ
വാക്കുകൾ കൊണ്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയാൻ എനിക്ക് യാതൊരു വക മടിയോ കോംപ്ലക്സോ ഈഗോയും ഇല്ല. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ പറഞ്ഞത് വേദനിപ്പിച്ചെങ്കിൽ മാപ്പെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ പറഞ്ഞത് തെറ്റാണെന്ന് താങ്കൾ സമ്മതിച്ചതായി കണ്ടില്ല. പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ടോ? തെറ്റായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും ഞാൻ ഒരാളെയും വേദനിപ്പിക്കാൻ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാറില്ല. പറ്റാവുന്ന സഹായങ്ങളെ ചെയ്തിട്ടുള്ളൂ. പുള്ളിക്കാരി എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ നിൽക്കുകയാണോ, നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പുള്ളി അത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉദ്ദേശം വേറെയാണ്, അത് പക്ഷെ ആയിപ്പോയത് അത് അങ്ങനെയാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എനിക്ക് വലിയ മാറ്റമൊന്നും വന്നായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് എന്താ പറയണ്ടേ, പണ്ടത്തെ സിനിമ ശ്രീനിവാസൻ സാറിന്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഇത് വേറെ ഒരു ശ്രീനിവാസൻ സാറിന്റെ മൂവിയാണ്, ഗോളാന്തര വാർത്തയാണെന്ന് തോന്നുന്നു, മമ്മൂക്കയും ശ്രീനിവാസൻ സാറും. അതിനകത്ത് മമ്മൂക്ക നാട് നന്നാക്കാൻ നടക്കുന്ന ഒരു രമേശൻ, മുരിങ്ങച്ചോട്ടിൽ രമേശനോ, അതിനകത്ത് മാമുക്കോയ പറയും നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ് ജയിലിൽ പോയിട്ട് തിരിച്ചു വരും, പുള്ളി വാറ്റ് കച്ചവടമുള്ള, പുള്ളിയെ കുടുക്കിയത് മമ്മൂക്കയാണ്. എന്തോ സുഗുണനോ എന്താണ് പേര് പുള്ളിയുടെ ക്യാരക്ടറിന്റെ. പുള്ളി വന്നിട്ട് പറയും ഞാൻ നന്നായി എന്ന് പറയും. പോയി കഴിയുമ്പോൾ മാമുക്കോയ പറയും അയാളുടെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് നന്നായ പോലും തോന്നുന്നില്ല, ഇയാളുടെ കാര്യത്തിൽ എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്, ഇയാള് വന്നിരുന്നിട്ട് ഇമാരി അടിയാണ് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ മാപ്പി ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നാം ഒഫൻഡ് ആൻഡ് ഡിഫെൻഡ് ആണ്. പുള്ളി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം വരത്തില്ല. പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല. ഞാൻ ചില ആൾക്കാർ ചിലതൊക്കെ പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കും, ശരി എന്ന് പറയും. അങ്ങനെ സഹിക്കാൻ പറ്റാതെ വരുമ്പോഴേ നമ്മളങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ പുള്ളി അങ്ങനെയല്ല. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഒഫൻഡ് ആൻഡ് ഡിഫെൻഡ് ആണ്. പുള്ളി ഫുള്ള് ഡിഫെൻസീവ് മോഡാണ്. അതിൻ്റെ ഒരു ചില ഭാഗങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ വെക്കുന്നുണ്ട്. ആ റിപ്പോർട്ടർ പുള്ളി സംസാരിക്കുന്നത്, പുള്ളിക്ക് അതങ്ങോട്ട് പറ്റില്ല. പുള്ളി എന്ത് പറഞ്ഞാലും പുള്ളി അത് ഞാനിങ്ങനാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരാളാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ. എന്താണേലും പുള്ളിക്ക് ഓൾ ദ ബെസ്റ്റ്. പുള്ളി ഇനിയും വളരട്ടെ, ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ജോലികൾ തരട്ടെ, ഇനിയും 1000 ഏക്കറൊക്കെ പിടിച്ചെടുക്കട്ടെ എന്നല്ല, വാങ്ങിച്ചതിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ബിസിനസ് സാമ്രാജ്യം, പുള്ളിയുടെ സാമ്രാജ്യം വലുതാവട്ടെ. പക്ഷെ ഇങ്ങനെ വന്ന് മണ്ടത്തരങ്ങളൊക്കെ അടിച്ച്, പിന്നെ ഞാൻ അത് തമാശയായിട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് കണ്ടിട്ട് വലിയ വ്യത്യാസം വന്നായിട്ടൊന്നും തോന്നുന്നില്ല. ചെറിയ വ്യത്യാസം ഉണ്ടാവും.